പ്രിയപ്പെട്ടവരെ, ചൂട് ശക്തമായതിൻ്റെ പേരിൽ രാത്രി കിടക്കാൻ പറ്റുന്നില്ല. ആകപ്പാടുകൂടെ വിയർത്ത് പരവേശെടുത്ത് അങ്ങോട്ട് കിടന്നു ഇങ്ങോട്ട് കിടന്നു തിരിഞ്ഞു മറിഞ്ഞു കിടന്നു അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾ, എന്തെല്ലാം പ്രയാസങ്ങൾ ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ടോ അവരെല്ലാം നിർബന്ധമായും പ്രിയപ്പെട്ടവരെ കഴിച്ചിരിക്കേണ്ട ഒരു 7 ആഹാരങ്ങൾ, അത് ഈ സമയത്ത് ശ്രദ്ധിച്ചു കൊടുത്താൽ നമുക്ക് രാത്രി റാഹത്തായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. ഒരു ചൂട് നമ്മളെ പ്രയാസപ്പെടുത്തില്ല. പ്രയാസപ്പെടുത്താനുള്ള കാരണങ്ങൾ എന്താ, അതും കൂടെ ജസ്റ്റ് ഒന്ന് കേട്ടുപോകാം. നമുക്ക് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. ഇരുലോക ആഫിയത്തും ബറക്കത്തും സലാമത്തും നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന, കമൻറ്റ് രേഖപ്പെടുത്തുന്ന, ലൈക്ക് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേർക്ക് ക്ലാസ് ഷെയർ ചെയ്യുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരുണ്ട്. സഹോദര സഹോദരിമാർ എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. നമ്മുടെ എല്ലാ രോഗവും പ്രയാസം അല്ലാഹു മാറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ചൂട് സീസണിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ, അതിനെ എങ്ങനെ നമുക്ക് നേരിടാൻ പറ്റും, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഹ്രസ്വമായ ചർച്ച നമ്മൾ നടത്തി. ഒരുപാട് സഹോദരന്മാർ സഹോദരിമാർ ഉസ്താദെ ഒരുപാട് ഉപകാരപ്പെട്ടു, ഈ ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി, ഒരുപാട് പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അക്കൂട്ടത്തിൽ ഈ ചൂട് സീസണിൽ ഞങ്ങൾ കൂടുതൽ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്താണ്? ശരീരം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട്, ശരീരത്തിന് കൂടുതൽ ഊർജ്ജമുണ്ടാകാൻ. ഇപ്പോൾ ചൂടൊക്കെ വന്നിട്ട് വിയർത്ത് ആകെ തളർച്ച, ശരീരത്തിന് എപ്പോഴും വയ്യ, ക്ഷീണം, ഒന്നിനും പറ്റുന്നില്ല, ആ ഒരു തളർച്ചയുടെ അവസ്ഥ, അതൊക്കെ മാറിയിട്ട് ഉന്മേഷം ഉണ്ടാകാൻ വേണ്ടി കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആഹാരം, ഫുഡ് ഏതാ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും നമ്മൾ ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ ഈ ചൂട് കാലത്ത് പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും കാലാവസ്ഥ ചേഞ്ച് ചെയ്തിട്ട് ഈ ഒരു ഊഷ്മാവ് വർദ്ധിച്ചിരിക്കുന്ന ഈ ഒരു സീസണിൽ തീർച്ചയായിട്ടും നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി പവറാണ്. നമുക്ക് പ്രതിരോധ ശക്തി ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റാണ്. ഒരു രോഗം ഇങ്ങനെ അയലത്തൂടെ പോകുമ്പോഴേക്ക് ചാടി ഇങ്ങോട്ട് കയറാൻ പാടില്ല. വീട്ടിൽ ആർക്കോ ഒരാൾക്ക് രോഗമുണ്ട്, അപ്പം തന്നെ നമുക്ക് വന്നു, അങ്ങനെ വരാൻ പാടില്ല. ഇമ്മ്യൂണിറ്റി പവർ കുറവിൻ്റെയാണ് അങ്ങനെ അയലത്തൂടെ പോകുന്ന രോഗമൊക്കെ വന്ന് മേത്തേക്ക് കയറുന്നത്, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഇമ്മ്യൂണിറ്റി പവർ ഏറ്റവും ശക്തമാകണം. അതിനെന്താ അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം? ഒന്ന്, അള്ളാഹുവിനോട് ആഫിയത്തിന് വേണ്ടി, ശരീരത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി ദ്വാരന്നുകൊണ്ടിരിക്കണം. എപ്പോഴും ദ്വാരക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ. ഇത് ദ്വാ ചെയ്യാത്ത ഒരു നിസ്കാരവും ഉണ്ടാകാൻ പാടില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് ദ്വാരക്കണം എന്നല്ല പറയുന്നത്, അത് വേറെയാണ്, അത് വേറെ ദ്വാരക്കണം. നിസ്കാരത്തിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട്, സുജൂദിൽ വെച്ച്, ഫറലാകട്ടെ സുന്നത്താകട്ടെ ഏത് നിസ്കാരാകട്ടെ, സുജൂദിൽ വെച്ചുകൊണ്ട് ഒരു തവണയെങ്കിലും നമുക്ക് ചോദിക്കാൻ പറ്റണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് സൗഖ്യം നൽകണം, ആരോഗ്യം നൽകണം, സന്തോഷം നൽകണം. ഈ ദ്വാ മസ്റ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം ദ്വാകൾക്ക് സലുല്ലാഹൽ ആഫിയ ഭയങ്കര പ്രാധാന്യം നൽകിയിരിക്കുന്നത്. നിങ്ങൾ ആഫിയത്ത് ചോദിക്കണമെന്നാ. എല്ലാ ദിവസവും എനിക്ക് 1,00,000 രൂപ വേണം എന്നല്ല ദുആ ചെയ്യേണ്ടത്, ആഫിയത്ത് ചോദിക്കണം. അപ്പോൾ എല്ലാം കിട്ടും, സമ്പത്തും കിട്ടും, സൗകര്യം കിട്ടും, കച്ചവടം നന്നാകും, മക്കൾ നന്നാകും, കുടുംബത്തിലെ സന്തോഷം, എവിടെയും റാഹത്ത്, ഹാപ്പിനെസ് കൊണ്ട് നമുക്ക് സന്തോഷത്തിൻ്റെ പറുദീസയിലാടാം. എന്ത് വേണം? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ. ഇത് ചോദിച്ചുകൊണ്ടിരിക്കണം. അത് ഇമ്മ്യൂണിറ്റി പവർ കൂടാനുള്ളൊരു ദുആയാണ്. ചെറിയ ചെറിയ രോഗങ്ങൾ ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കുക, എപ്പോഴും രോഗമാണ്. ഇത് ഖൽബിൽ നിന്ന് വരണമെന്ന് മാത്രം. അത് പറഞ്ഞാണല്ലോ എന്നൊക്കെ സുജൂദി കിടന്നിട്ട് ആ കടമ നിർവഹിക്കാൻ വേണ്ടി പോരാ. 1 വട്ടമോ 3 വട്ടമോ 11 വട്ടമൊക്കെ ചോദിക്കാം. നമുക്ക് മനസ്സറിഞ്ഞ് ചോദിക്കണം, ഖൽബ് കൊണ്ട് ചോദിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രണ്ടാമത്തേത് നല്ല ഫുഡ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ല ഫുഡ്, ശരീരത്തിന് നല്ല ആരോഗ്യം വേണമെങ്കിൽ നല്ല ഫുഡ് കഴിക്കണം. അത് കൂടുതൽ ടേസ്റ്റിയാണ്, കൂടുതൽ രസമാണ്. എനിക്കാണല്ലോ പലപ്പോഴും വിശപ്പ് തീർക്കാനല്ലോ നമ്മൾ ഈ പറയുന്ന കൂടുതൽ പഞ്ചസാര ആഡ് ചെയ്തിട്ടുള്ള, മൈദ ആഡ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ കൃത്രിമ മധുരം, കളറുകൾ ചേർത്തിട്ടുള്ള ഫുഡുകൾ, ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന എന്തിനാ? വിശപ്പ് മാറാനല്ല. ഭക്ഷണം കഴിച്ചിട്ട് ചുമ്മാ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി, ചുമ്മാ ഒരു റാഹത്തിന് വേണ്ടിയിട്ട് കഴിക്കുന്നതാണ്. അത്തരം ഫുഡുകൾ നല്ല വിവേകത്തോടെ വേണം നമ്മൾ കഴിക്കാൻ. വികാരം പോരാ, ഒരു താല്പര്യത്തിലാണ് കഴിച്ചാൽ പോരാ, വിവേകം വേണം. എന്താണ് ഉള്ളിലേക്ക് നമ്മൾ കഴിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം പരിശോധിക്കണം. അങ്ങനെ വന്നാൽ പുറത്തേക്ക് പോകേണ്ട വേസ്റ്റ് പരിശോധിക്കേണ്ടി വരില്ല. സംഭവിക്കുന്നത് എന്താ? ഉള്ളിലേക്ക് വിടുന്ന ഒന്നും പരിശോധിക്കില്ല, അവസാനം അത് വയറ്റി കിടന്ന് പ്രശ്നമായി, പുറത്തേക്ക് വരുന്നത് പരിശോധിക്കണമെന്ന് ഡോക്ടർ പറയുമ്പോൾ പ്രശ്നമായില്ല അല്ലാന്ന്. അതിലേക്ക് വരരുത്. നമ്മൾ നല്ല ബോധം വേണം.
നല്ല ഫുഡ്. പിന്നെയോ മൂന്നാമത്തെ കാര്യം, രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ഒരു ശൈലി വേണം. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ എപ്പോഴും അങ്ങനെയാണ്, ഏറ്റവും നല്ലത് ഫ്രൂട്ട്സുകളാണ്. അത്താഴത്തിന് ഫ്രൂട്ട്സുകൾ, തണ്ണിമത്തം കഴിക്കാം, അതേപോലെ തന്നെ ആപ്പിൾ കഴിക്കാം, അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകൾ അത് രാത്രി സമയത്ത് അതൊരു 7 മണിയോടുകൂടെ കഴിക്കുന്നൊരവസ്ഥ. അതും പിന്നെ അത്താഴം എന്ത് കഴിച്ചാലും 7 മണി വിട്ട് അപ്പുറത്തേക്ക് പോകാതെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ രാത്രി ചൂട് കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടന്നു, AC ഇട്ടൊക്കെ ഇങ്ങനെ റാഹത്തായി, ശരീരത്തിന് ഭയങ്കര നല്ല ഫുഡൊക്കെ അടിച്ചിട്ട് ഭയങ്കരമായ ചൂട്, ശരീരം നല്ല ഹീറ്റ് പുറത്തേക്ക് വിടുന്നുണ്ട്, അതറിയാതിരിക്കാൻ വേണ്ടി കൃത്രിമമായ തണുപ്പ്, അതാണല്ലോ AC സിസ്റ്റം, അത് വച്ചിട്ട് അങ്ങനെ ആ ചൂടിനെ ഇരുത്തിക്കളയാം. സമയം വൈകിട്ടാണ് ആഹാരം കഴിച്ചത്, പക്ഷേ ആ ഒരു ചൂടും ആവിയൊന്നും അറിയാതിരിക്കാൻ വേണ്ടി കൃത്രിമ തണുപ്പ് അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് റാഹത്തായിട്ട് നല്ല ഉറക്കത്തിന് അങ്ങനെ തോന്നും. ഒരു പരിധി കഴിയുമ്പോൾ ശരീരം അതൊക്കെ തിരിച്ച് നമുക്ക് പണി തരാൻ തുടങ്ങും. ഇതൊക്കെ അവസ്ഥകളിൽ മാറ്റം വരും. അപ്പോൾ പരമാവധി AC ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മുടെ ജീവിതശൈലി ശരീരം കൂടുതൽ ചൂടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ ഒരു പരിധി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഈ AC തന്നെ 2050 AC തന്നെ ഉപകാരപ്പെടാത്ത, നമുക്ക് ഗുണം ചെയ്യാത്ത, AC കൊണ്ട് നമുക്ക് നമ്മുടെ ചൂടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും എന്ന് ശാസ്ത്രീയമായ പഠനങ്ങൾ വരെ പറയുന്നുണ്ടല്ലോ. എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതശൈലി കൃത്യമാക്കണം. അപ്പോൾ 7 മണിയോടുകൂടെ നമ്മുടെ രാത്രി ഭക്ഷണം നമ്മൾ ബ്രേക്ക് ചെയ്യണം. അത് തന്നെ ഫ്രൂട്ടാണ് ഏറ്റവും നല്ലത്. റാഹത്തായിട്ട് കിടക്കുക, തിരിഞ്ഞും മറിഞ്ഞൊന്നും കിടക്കേണ്ടി വരില്ല, രാത്രി ചൂട് കൊണ്ട് ഉറക്കം കിട്ടാത്ത അവസ്ഥ ഉണ്ടാകില്ല, അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. പിന്നെയോ അതിൽ ഏറ്റവും നല്ലത് വാട്ടർ മെലൺ പ്രത്യേകിച്ച് പരിഗണിച്ചു കൊടുക്കണം. നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ, അത് ജ്യൂസാക്കി പഞ്ചസാരയ്ക്ക് ആഡ് ചെയ്ത് കഴിക്കുന്നതിനേക്കാൾ നല്ലത് അത് പച്ചയായി, അത് നമുക്ക് പിന്നെ നാച്ചുറലായി തന്നെ അതിൻ്റെ പ്രകൃതം നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ കടിച്ച് ചവച്ചരച്ച് റാഹത്തായിട്ട് കഴിക്കലാണ്. ജലാംശം കുറയില്ല, ഭക്ഷണത്തിൻ്റെ കുറവുണ്ടാകില്ല, പിന്നെ നാരുകളുടെ എല്ലാ ഗുണങ്ങളും നമുക്കതുകൊണ്ട് കിട്ടും. ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൃത്യമായിട്ട് നടക്കും, റാഹത്താണ്. ഒരുപാട് ഗുണങ്ങളുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കുക. പിന്നെയോ ഈ കക്കരിക്കയെ ഏറ്റവും കൂടുതൽ പരിഗണിക്കണം, കുക്കുംബർ പരിഗണിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ മൂന്നാമത്തതാണ് മാമ്പഴം. നല്ല ഫ്രൂട്ടാണ്, ഫ്രൂട്ട്സുകളുടെ രാജാവാണ് മാമ്പഴം. അറിയാലോ എത്ര ടേസ്റ്റിയാണ്. അത് നമുക്ക് നാച്ചുറലായിട്ട് കിട്ടാൻ പറ്റിയ ഏറ്റവും നല്ലതാണ്. അങ്ങനെ പഠിപ്പിച്ചിട്ട് റാഹത്തായിട്ട് കഴിക്കുക മാമ്പഴം. അത് ജ്യൂസാക്കി കഴിക്കുന്ന അവസ്ഥയിലേക്ക് പോകരുതെന്ന് വെച്ചാൽ തെറ്റായിട്ടോ കുറ്റം കിട്ടുമെന്നുള്ള, അതിൻ്റെ ഗുണങ്ങൾ 100% കിട്ടണ്ടേ നമുക്ക്. നമ്മൾ ഒരു ക്യാഷ് കൊടുത്തൊരു സാധനം വാങ്ങിയാൽ അതിൻ്റെ 100% ഗുണങ്ങൾ കിട്ടുമ്പോഴല്ലേ നമ്മൾക്ക് ലാഭം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഫ്രൂട്ടിൻ്റെ 100% ഗുണങ്ങൾ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യുക, അതങ്ങനെ തന്നെ ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കുന്ന അവസ്ഥ ഉണ്ടാവുക, അത് ഏറ്റവും നല്ലതാണ്. നാലാമത്തെ ഒരു കാര്യം, ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ചീര പോലുള്ള ഇലക്കറി പ്രത്യേകിച്ച് ഈ ചൂട് സീസണിൽ ഏറ്റവും നല്ലതാണ്. അഞ്ചാമത്തെ ഒരു കാര്യം, തൈര് മോരൊക്കെ ഉണ്ടല്ലോ, നാച്ചുറലായിട്ട് നമുക്ക് ഏറ്റവും പിന്നെ ശുദ്ധമായിട്ട് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. തൈര് മോരൊക്കെ ഭക്ഷണത്തിലൊക്കെ ചേർക്കുക, അല്ലാതെ തന്നെ കഴിക്കുക ഏറ്റവും നല്ലതാണ്. ശരീരത്തിനെ തണുപ്പിക്കുക ഏറ്റവും നല്ലതാണ്. അതേപോലെ തന്നെയാണ് മീൻ. ഇപ്പോൾ റെഡ് മീറ്റ്, അത് പിന്നെ മട്ടനാകാം, ബീഫാകാം, ചിക്കനാകാം, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യണം, പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ഇനി നമുക്ക് ഏറ്റവും നല്ലത് ഈ ഒരു സാഹചര്യത്തിൽ മീൻ വളരെ നല്ലതാണ്. അത് അത്യാവശ്യം ഫ്രഷായിട്ട് കിട്ടുമെങ്കിൽ വളരെ നല്ലതാണ്. അതൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഏതായിരുന്നാലും മീൻ, അതൊക്കെ ഈ ഏത് മീനായാലും മീറ്റായാലും ഇതൊക്കെ പൊരിച്ചിട്ട് അതിൻ്റെ ഗുണങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ് കിട്ടാവുന്നിടത്തോളം ദോഷങ്ങൾ വരുത്തി വെക്കുന്ന അവസ്ഥയിലേക്ക് കൂടുതൽ കരിച്ച് മുരിക്കുക, അങ്ങനെ അവസ്ഥയിലേക്കൊക്കെ പോകാതെ ശ്രദ്ധിച്ചു കൊടുക്കണം. അതങ്ങനെ തന്നെ നന്നായിട്ട് വേവിച്ച് കഴിക്കുന്ന അവസ്ഥയ്ക്കാണ് ശരീരത്തെ ഗുണം ചെയ്യും. അതേപോലെ തന്നെയാണ് കരിക്കിൻ വെള്ളം. അത് ഫസ്റ്റ് വേണം, ഒന്നാമത് പറയേണ്ടതാണ്. നമ്മൾ എണ്ണി പറഞ്ഞപ്പോൾ ലാസ്റ്റായിപ്പോയി. ഒന്നാമത്തതാണ് കരിക്കിൻ വെള്ളം. വേറെ ഒന്നും ആഡ് ചെയ്യപ്പെടാത്ത തരത്തിൽ നല്ല പ്യൂറായിട്ട് നമുക്ക് ഇല്ലേ, ആ തെങ്ങിൻ്റെ ഏറ്റവും മുകളിൽ ആ മനോഹരമായി അതിൻ്റെ ചകിരിക്കുള്ളിൽ ചിരട്ടക്കുള്ളിൽ പ്രൊട്ടക്റ്റഡായി കിടക്കുന്ന മനോഹരമായ അള്ളാഹുവിൻ്റെ നിഅമത്താണ്. ഒരു ദിവസത്തിൽ ഒരു ഗ്ലാസ്, എത്രയോ ഗ്ലാസ് തന്നെ കരിക്കിൻ വെള്ളത്തെക്കുറിച്ച് പറയാം. അള്ളാഹിൻ്റെ വലിയ നിഅമത്താണ്. അത് ആസ്വദിച്ച് നമ്മൾ കരിക്കിൻ വെള്ളം കുടിക്കണം. അത് ഏറ്റവും നല്ലത് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് സ്ട്രോ ഉപയോഗിക്കാതെ ചുമ്മാ നാച്ചുറലായി ചുണ്ട് വച്ചിട്ട് തന്നെ കുടിക്കുന്ന ഒരു ശൈലി. നാച്ചുറലായിട്ട് നമ്മുടെ ചുണ്ട് ആ പിന്നെ തേങ്ങയിലേക്ക് ചിരട്ടയിലേക്ക് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള ആ ഒരു റാഹത്തായിട്ടുള്ള കുടിക്കലുണ്ടല്ലോ, ബിസ്മില്ലിട്ട് റാഹത്തായി കുറേശ്ശെ നുണഞ്ഞ് ചവച്ചരച്ച് വെള്ളം ഇറക്കുക. എത്ര സന്തോഷമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ഗുണങ്ങൾ, എപ്പോഴും ഗുണങ്ങളാണ്.
ഒരുപാട് പേരുടെ തീരാത്ത തോരാത്ത രോഗങ്ങൾ ഈ വെള്ളം കുടിച്ചു മാത്രം രോഗം മാറ്റിയ ആളുകൾ ഇഷ്ടം പോലെയുണ്ട് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായി ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഫലത്തെക്കുറിച്ച് മനസ്സിലാക്കിയവരാണ്. അപ്പോൾ ഏതായിരുന്നാലും അതിന് വലിയ ബെനിഫിറ്റ് ഉണ്ട്. അത് പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കുക. അപ്പോൾ നിർബന്ധമായി നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട, നമ്മൾ രാത്രി ഉറക്കം വരുന്നില്ല, ചൂടെടുത്തിട്ട് കിടക്കാൻ പറ്റുന്നില്ല, ഈ ഒരു സാഹചര്യമൊക്കെ മാറും. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കണം. ഇനി കൂടുതൽ തണുപ്പിച്ച, അത് ചുമ്മാ പച്ചവെള്ളമാണെങ്കിലും കൂടുതൽ കൂൾ ചെയ്ത വെള്ളമാകുമ്പോൾ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പല പ്രയാസങ്ങളും നമുക്കുണ്ടാകും. അത് ശ്രദ്ധിച്ചു കൊടുക്കാം, ജ്യൂസാണെങ്കിൽ പോലും. ഇനി അതേപോലെ തന്നെയാണ് കൂടുതൽ ഫ്രൈ ചെയ്ത ആഹാരങ്ങൾ, അത് പിന്നെ ഫിഷാണെങ്കിലും മീറ്റാണെങ്കിലും കൂടുതൽ ഫ്രൈ ചെയ്തത് അത് നമ്മൾ ബ്രേക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ കൂടുതൽ മാംസാഹാരങ്ങൾ കൂടുതൽ കഴിക്കുന്നൊരവസ്ഥ. പിന്നെ വൈകിട്ടൊക്കെ പ്രത്യേകിച്ച് ഈ ബിരിയാണിയും അതേപോലെ തന്നെ ഈ പിന്നെ എന്താ പറയുക മന്തി ആഹാരങ്ങളൊക്കെ നേരം വൈകിട്ടൊക്കെ കഴിച്ചിട്ട് കിടക്കുന്നൊരവസ്ഥ, അതൊക്കെ ശരീരത്തിന് ഒരുപാട് ചൂട് വർദ്ധിപ്പിച്ച് പ്രയാസങ്ങൾ, കിടപ്പരിങ്ങില്ലാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാകും. അതൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കുക. കൂടുതൽ എണ്ണ ആഡ് ചെയ്തിട്ടുള്ള ആഹാരങ്ങളൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യുക. ഒക്കെ ശ്രദ്ധിച്ചു കൊടുത്താൽ നമുക്കൊരു കുഴപ്പമുണ്ടാകില്ല, റാഹത്തായിട്ട് മുന്നേറാം. പിന്നെ അള്ളാഹുവിനോട് ദ്വാരക്കണം, അള്ളാഹുവേ പടച്ചോനെ ഞങ്ങൾക്ക് മഴ നൽകണം, എനിക്ക് എൻ്റെ നാട്ടുകാർക്ക് ഹൈറായ മഴ നൽകണം എന്ന് ചോദിക്കുന്നത് പോലെ തന്നെ ശക്തമായിട്ട് ചോദിക്കണം. അള്ളാഹുവേ ഏതെല്ലാം നാടുകളിൽ വെള്ളമില്ലാതെ വിഷമിക്കുന്നുണ്ടോ, മഴയില്ലാതെ ചൂടിൻ്റെ പ്രയാസമുണ്ടോ, അവിടെയെല്ലാം ഹൈറായ മഴ കൊണ്ട് നീ തണുപ്പ് കൊടുക്കണേ അല്ലാ, വെള്ളം കൊടുക്കണേ അല്ലാ, എല്ലാവർക്കും കൊടുക്കണേ റബ്ബേ എന്ന് ദുആ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ഹൈറായ നല്ല ശുദ്ധമായ വെള്ളം അള്ളാഹു ഇറക്കിത്തരും. അള്ളാഹു നമുക്ക് നല്ല റാഹത്തുള്ള ശുദ്ധമായ മഴ ഖൈറോട് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു എല്ലാ പ്രയാസങ്ങളും മാറ്റട്ടെ. ചൂട് നമുക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറത്തേക്ക് പോകാതെ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകട്ടെ. ചൂടുകാല രോഗത്തിൽ നിന്നും അള്ളാഹു നമ്മൾക്ക് കാവൽ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. എങ്ങനെയാണ് ശുദ്ധമായ തേൻ ഇവിടെ നിന്ന് കിട്ടും? ഒരുപാട് പേര് ചോദിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അൽഹംദുലില്ലാഹ് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കഫാക്ക് ഹണി എന്ന് പറയുന്ന റോ ഹണി, അതായത് തേനീച്ചക്കൂട്ടിൽ നിന്നും പച്ചയായിട്ട് തേനെടുക്കുക. ഒരു പ്രോസസ്സിങ്ങും ഇല്ല, ഒരു ചൂടാക്കലും ഇല്ല, ഒരു കെമിക്കൽസ് ആഡ് ചെയ്യലുമില്ല. പച്ചയായിട്ട് 100% കൃത്യമായിട്ട് വിശ്വസനീയമായിട്ട് നമ്മുടെ കരങ്ങളിലേക്ക് എത്തുന്ന തരത്തിൽ സംവിധാനിച്ചിട്ടുണ്ട് കഫാക്ക് ഹണി. അത് നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തും. നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ വിവരങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തും എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാഷാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാഷാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله